ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് നടപടി. പാട്ടിറക്കാനെന്ന പേരിൽ പണം തട്ടിയെന്നാണ് വേടനെതിരായിട്ടുള്ള ആരോപണം. മുൻകൂർ ജാമ്യമുള്ളതിനാൽ ചോദ്യം ചെയ്ത് വേടനെ വിട്ടയക്കും. എവിടെയും പോയിട്ടില്ലെന്നും തന്റെ ഈ ഒറ്റ ജീവിതം ജനങ്ങൾക്ക് മുന്നിൽ ജീവിച്ചു മരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും ഇന്നലെ കോന്നിയിൽ നടന്ന സംഗീത പരിപാടിക്കിടെ വേടൻ പറഞ്ഞു. അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ. അലി, ഗുഡ് മോർണിംഗ്. ഈ വേടൻ ഇന്നലെ ഈ ആരോപണങ്ങൾക്കൊക്കെ ഇടെയാണ് ഇന്നലെ ഒരു പരിപാടിയിൽ, കോന്നിയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ നടക്കും. എപ്പോഴായിരിക്കും ഇതിനുണ്ടാവുക? മറ്റു നടപടികൾ എന്തൊക്കെയാണ് ഇതിലുണ്ടാവുക? ഗുഡ് മോർണിംഗ് ശ്രുതി ആൻഡ് ചൈതന്യ. ഈ പറഞ്ഞതുപോലെ വേടൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ്, ബലാത്സംഗ കേസിലാണ് റാപ്പർ വേടൻ ഇന്ന് പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവുക. ഈ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 വർഷത്തിനിടെ 5 തവണ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ യുവ ഡോക്ടർ ഈ വേടനെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ പാട്ട് പുറത്തിറക്കാൻ എന്ന പേരിൽ ഉൾപ്പെടെ 31,000 രൂപ തന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു എന്നും ഇവരുടെ പരാതിയിൽ പറയുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നിലനിൽക്കെ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട സാഹചര്യം ഒക്കെ നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസം കോന്നിയിൽ നടന്ന സംഗീത നിശയിൽ വേടൻ ഒരു മറുപടി, മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഒരു മറുപടി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. താൻ എവിടെയോ പോയി എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. പക്ഷെ ഒരു കലാകാരൻ എവിടെയും പോകുന്നില്ല, താൻ ഇവിടെ തന്നെയുണ്ട്. തന്റെ ഈ ഒറ്റ ജീവിതം അത് ജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ജീവിച്ചു മരിക്കാൻ തന്നെയാണ് തന്റെ തീരുമാനം എന്നതായിരുന്നു ഈ സംഗീത നിശയിൽ വേടൻ നൽകിയ മറുപടി, ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. ഇന്നെന്തായാലും 11 മണിയോട് കൂടി വേടൻ പോലീസിന് മുന്നിൽ ഹാജരാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വേടന്റെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. വേടന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കണ്ടെത്തി. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഈ പരിശോധന ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നൊരു 11 മണിയോടുകൂടി വേടൻ തൃക്കാക്കര പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. അലി അക്ബർ ഷാണ് വിശദാംശങ്ങൾ നൽകിയത്.